ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ വളരെ ശാന്തമായി ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരിക. അതായത്, എനിക്ക് ഭൂമിയിൽ ദാരിദ്ര്യം മതി എന്ന് വിശ്വസിക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം മാറ്റാൻ ദൈവത്തിന് പോലും കഴിയല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഹൃദയത്തിൽ അങ്ങ് വിശ്വസിക്കുക, എനിക്ക് ദാരിദ്ര്യം മതി. അങ്ങനെയുള്ളവർ സത്യത്തിൽ കേരളത്തിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ചില ആംഗിളുകളിൽ പറഞ്ഞു വരുമ്പോൾ അതങ്ങനെയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ സങ്കീർത്തനം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അത് ആംപ്ലിഫൈഡ് വേർഷനിൽ ബ്ലസ്ഡ് എന്ന് എഴുതിയിട്ട് 4 കാര്യങ്ങളിൽ ബ്ലസ്ഡ് ആകും എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇത് കേട്ട ഒരു സഹോദരൻ പറഞ്ഞു, എൻ്റെ അച്ഛ ഇയാൾ എന്താ പറയുന്നത്, എനിക്കതങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ അച്ഛ എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛാ ഇയാൾ എന്നതാ ഈ പറയുന്നത്, എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇത് മനസ്സിലാകണമെങ്കിൽ നമുക്കൊരു തുറന്ന ഹൃദയം വേണം. എനിക്ക് എല്ലാ കാര്യവും അറിയാവുന്നൊരു ചിന്തയിലിരുന്നാൽ പിന്നെ ദൈവത്തിന് എന്നോട് ഇടപെടാൻ കഴിയത്തില്ല. എനിക്കൊരു തുറന്ന ഹൃദയം വേണം. 2, ഞാനൊരു പണ്ഡിതനാണെന്ന് സ്വയം തോന്നിയാൽ പിന്നെ സാധാരണക്കാർ പറയുന്നൊന്നും മനസ്സിലാകുകയില്ല. ഞാനിപ്പോൾ ഒരു പണ്ഡിതനാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആരെന്നോട് സംസാരിച്ചാലും എനിക്കിതൊന്നും പറയുന്നത് മനസ്സിലാകുകയില്ല. എന്നാൽ കഴുതയെക്കൊണ്ട് പോലും സംസാരിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ കഴുതയോട് പറയാം, നീ നിൻ്റെ പണി നോക്കടാ, നീ കഴുതയല്ലേ, എനിക്ക് എൻ്റെ കാര്യം അറിയാമെന്ന് പറയുന്നവനെയായി പണ്ഡിതനെന്ന് വിളിക്കുന്നത്. എന്നാൽ തുറന്ന ഹൃദയം ഉണ്ടെങ്കിൽ, ഒരു ഉദാഹരണം പറയാം, ഈ പാർട്ടി ക്ലാസ്സുകളിൽ പോയി പഠിച്ചിട്ട് വരുന്നവരോട് സംസാരിച്ചിട്ടുണ്ടോ? അവർ പറയുന്ന കാര്യം കേട്ടാൽ നമുക്കൊന്നും മനസ്സിലാകില്ല. ഒരു ഉദാഹരണം പറയാം. ഒരാൾ ഒരാടിനെ കൊണ്ട് പോകുമായിരുന്നു. അപ്പം വേറെ 3 കള്ളന്മാർ ചേർന്നിട്ട് പറഞ്ഞു, ഈ ആടിനെ നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ അവരെന്നാ കാണിച്ചു, ഇയാളുടെ മിന്നലോട്ട് ഇയാൾ പോകുന്ന വഴിയിൽ അങ്ങ് ഓടിപ്പോയിട്ട് ആദ്യം ഒരുത്തിന് ഇങ്ങ് വന്നിട്ട് ചോദിച്ചു, ചേട്ടാ ഈ പട്ടിയായിട്ട് എങ്ങോട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ അവനോട് കയറി ചൂടായി, എടോ എന്നാ വർത്താനമായി പറയുന്നത്, ഇത് ആടല്ലേ, തനിക്ക് കാണാൻ മേലെ, കണ്ണില്ല എന്നെല്ലാം പറഞ്ഞ് 4 എണ്ണം പറഞ്ഞു. അപ്പോൾ ഇവൻ അങ്ങ് പോയി. കുറച്ചുകൂടി ഇയാൾ ഈ ആടിനെ കൊണ്ട് അങ്ങ് ചെല്ലുമ്പോൾ രണ്ടാമതൊരാൾ വന്നിട്ട്, ചേട്ടാ ഈ പട്ടിയായിട്ട് എങ്ങോട്ടാന്ന് ചോദിച്ചു. അപ്പോൾ അയാളോട് പഴയ പോലെ ചൂടായില്ല. കാരണം ഈ പുള്ളിക്ക് ഒരു ചെറിയ സംശയം, ഇത് പട്ടി തന്നെയാണോ അതോ ഇനി മറ്റുള്ളവർ നോക്കുമ്പോൾ പട്ടിയാണ്. ഇയാൾ ഇങ്ങനെ നോക്കിയിട്ട് പട്ടിയല്ലല്ലോ ആടല്ലേ ഇത്. അപ്പോൾ ആദ്യത്തെ ബലം അങ്ങ് പോയി. കുറച്ച് നേരം ഇവർ തമ്മിൽ തർക്കിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു പട്ടിയാണല്ലോ, ഇതിനെ കൊണ്ട് എന്തിനാ പോകുന്നതെല്ലാം ചോദിച്ചപ്പം ഒരു തരത്തിൽ ഇയാളങ്ങ് സമ്മതിച്ചിട്ട് ഇയാളും അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പം 3-ാമത്തെ ആളും കൊണ്ട് വന്നിട്ട് ചോദിച്ചു, ചേട്ടൻ ഈ പട്ടിയെ കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചു. അപ്പോൾ ഇയാൾക്കങ്ങ് പേടിയായി. കാരണം ഈ കയ്യിലിരിക്കുന്ന വല്ല ഭൂതമാണോ. ഇയാൾ നോക്കുമ്പോൾ ആടായിട്ട് കാണുന്നു, മറ്റുള്ളവർ നോക്കുമ്പോൾ ഇത് പട്ടിയായിട്ട് കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ഭൂതമാണ്. അതുകൊണ്ട് ഇയാൾ പേടിച്ച് ഈ ആടിനെ അവിടെ വിട്ടിട്ട് ഇയാൾ ഓടി രക്ഷപ്പെട്ടു. മറ്റവന്മാർ 3 പേരും കൂടി ഈ ആടിനെ കൊണ്ട് തല്ലിക്കൊന്ന് വേച്ച് നിന്നു. അപ്പം ഞാൻ പറയുന്നത് ഇതുപോലെയാണ് പല കാര്യങ്ങളും. എന്ന് പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കി മാറ്റാനും പട്ടിയെ ആടാക്കി മാറ്റാനും ഒക്കെ പ്രസംഗർക്ക് കഴിയും. കേൾക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാകണമെങ്കിൽ കൃത്യമായിട്ട് ദൈവവചനത്തിൽ ഒരു ബന്ധം വേണം അവർക്ക്. ബന്ധമില്ലെങ്കിൽ പിന്നെ അവർ പറയും ഇത് വേറൊരു സംഭവമാണ്. അപ്പോൾ ആ സഹോദരൻ തന്നെ ചോദിച്ചു, അടിസ്ഥാനം ഇല്ലെങ്കിൽ നീതിമാൻ എന്തു ചെയ്യും? അടിസ്ഥാനം മറിഞ്ഞാൽ നീതിമാൻ എന്തു ചെയ്യും? അച്ഛാ ഞാൻ നീതിമാൻ എന്തും ചെയ്യുമെന്നേ ഞാൻ പറയുള്ളൂ. അടിസ്ഥാനമില്ലാത്തവനെ എങ്ങനെയാണ് നീതിമാൻ എന്ന് വിളിക്കുന്നത്? ഈ അടിസ്ഥാനം ഉള്ളതുകൊണ്ടല്ലേ അവനെ നീതിമാൻ എന്ന് പറയുന്നത്. അടിസ്ഥാനം മറിഞ്ഞാൽ നീതിമാൻ എന്തു ചെയ്യുമെന്ന് ചോദിച്ചാൽ അടിസ്ഥാനമില്ലെങ്കിൽ നീതിമാൻ എന്തും ചെയ്യുമെന്നാണ് പറയുന്നത്. നീതിമാൻ അങ്ങനെ ചെയ്യില്ല. അടിസ്ഥാനം ഉള്ളവനാണ് നീതിമാനാകുന്നത്. പിന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് വെള്ളയിടുന്നതും സ്വർണ്ണം ഊരി വെക്കുന്നതും പിന്നെ മീശ പഠിച്ച് കളയുന്നതും ഒന്നുമല്ല അടിസ്ഥാനം. അതൊക്കെ വെറുതെ ഓരോ ഇത് മാത്രമാണ്. അതായത് 1-ാമത്തെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതെല്ലാം ദൈവം സൃഷ്ടിച്ചു. ഒരടിസ്ഥാനം അത്. ചെങ്കടൽ അന്ന് പിളർന്ന ദൈവത്തിന് ഇന്നും ഇത് പിളർക്കാൻ പറ്റും. പിളർന്ന ചരിത്രം ഞാൻ കണ്ടു. അന്ന് ജോർദാൻ പിളർന്ന ദൈവത്തിന് ഇന്നും വേണമെങ്കിൽ പിളർക്കാം. 63 ലക്ഷം ജനത്തിനെ 40 വർഷം മരുഭൂമിയിൽ നടത്തിയ ദൈവത്തിന് ഇന്നും ജനത്തിനെ നടത്താം. ചെരുപ്പ് തേഞ്ഞില്ലെന്നല്ല, ചെരുപ്പ് വളർന്നു. കാരണം ഇറങ്ങിപ്പോന്നപ്പോൾ ഉള്ള ചെരുപ്പ് പിന്നെ അത് വളർന്നില്ലെങ്കിൽ അത് തേയ്യ മാത്രമല്ല, ചെരുപ്പ് വളരുകയും കൂടെ ചെയ്തു. അത് ഇന്നും നടക്കും.
വസ്ത്രം കീറിയില്ലെന്നല്ല, വളർന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈജിപ്തിൽ ഫറവോൻ്റെ അവിടെ നിന്ന് ഇറങ്ങുമ്പം ബെറ്റിക്കോട്ടിട്ട് ഒരു പെങ്കൊച്ചുണ്ട്, 4 വയസ്സ്. 40 വർഷം നടക്കുമ്പോൾ ഈ കൊച്ചിൻ്റെ ബെറ്റിക്കോട്ടാണ്, ഇത് അവിടെ ഇവിടെ നിൽക്കും. മുഴുവൻ സംവിധാനവും വെളി കാണുകയല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? ആ ബെറ്റിക്കോട്ട് വളർന്നു. കണ്ടോ? ബെറ്റിക്കോട്ട് വളർത്തുന്ന ദൈവം. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം, അത് ഇന്നും നടക്കും. ദാരിദ്ര്യം മാറ്റുന്ന ദൈവം ഇന്നും മാറ്റും. പക്ഷേ ശുശ്രൂഷകൻ പറയുക, ലാസറിൻ്റെ അവസ്ഥയാണ് ധനവാൻ്റെ വാതൊക്കെ കിടക്കുന്ന, വ്രണം നിറഞ്ഞ, ധനവാൻ കടിച്ചിട്ടിടുന്നതിൻ്റെ ബാക്കി തിന്നുന്ന, വ്രണം പട്ടി നക്കുന്നവനാണ് നല്ലതെന്ന് ഒരു ശുശ്രൂഷകൻ പറഞ്ഞാൽ അവൻ്റെ പ്രസംഗം പോയിരുന്ന് കേൾക്കുന്ന ജനത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നന്മയുണ്ടാവില്ല, ഐശ്വര്യമുണ്ടാവില്ല. അത് കേൾക്കുന്നിടത്ത് പോയിരിക്കുന്ന ജനത്തിന് ഒരിക്കലും ഒരു ഗുണമുണ്ടാവില്ല. ഇങ്ങനെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം എന്ന് വചനം പറയുന്നെങ്കിൽ ദൈവം വിളിച്ചു വരുത്തും. മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചത് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവം ഇന്നും പ്രവർത്തിക്കും. സാത്താൻ ഫലം കൊടുത്തപ്പോൾ ദൈവം ആദി മനുഷ്യനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ അത് തിരിച്ചെടുക്കാൻ യേശു വന്നുവെന്ന് വിശ്വസിക്കണം. യേശു തിരുവത്താഴം സ്ഥാപിച്ചു എന്നതാണ് ബൈബിൾ പറയുന്നെങ്കിൽ നമ്മളതിനെ തകിടം മറിച്ച് കർത്തൃമേശയാക്കിയിട്ട് നമ്മൾ രാവിലെ അത് ബ്രേക്ക്ഫാസ്റ്റും ആക്കി, ഉച്ചയ്ക്ക് അത് ലഞ്ചും ആക്കി. അല്ലാതെ തിരുവത്താഴം എന്ന് പറയുന്നതിനെ തിരിച്ചു മാറ്റി. വെളിപ്പാട് പുസ്തകം 4-ലും 5-ലും ഒക്കെ അധ്യായത്തിൽ യഥാർത്ഥ ആരാധന എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ കിടന്ന് കാറി കൂകി ബഹളം ഉണ്ടാക്കി. നമ്മളിത് ഇങ്ങനെയാക്കി. നിങ്ങളിതൊന്ന് പഠിച്ചു നോക്കിക്കേ. വെളിപ്പാട് പുസ്തകം 4-ലൊക്കെ എന്താണ് ആരാധന എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അടിസ്ഥാനം മറിഞ്ഞാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അടിസ്ഥാനം ഇല്ലാത്തവൻ മറിഞ്ഞാൽ എന്തും ചെയ്യുമെന്നതിനർത്ഥം. അടിസ്ഥാനം ഇല്ലാത്തവൻ മറിഞ്ഞാലേ എന്തും ചെയ്യുള്ളൂ. എന്ത് ചെയ്യുമെന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളോടൊക്കെ പോയി നോക്കിയാൽ മതി. ചുമ്മാ ഈ മൂലയിട്ട് ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനം സത്യത്തിൽ ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? ഈ സമയത്തെ ഒരു തരിപ്പല്ല ഉള്ളൂ. പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്ക് വരങ്ങൾ കൊടുത്തു. കൊരിന്ത്യർ ലേഖനമാണ്, ഒരുത്തൻ ഇന്ന വരം, ഒരുത്തൻ ഇന്ന വരം, ഒരുത്തൻ ഇന്നത്, അടുത്തവൻ ഇന്നതെന്ന് പറയുമ്പം ഇതിലേറ്റവും അവസാനത്തെ ഒരു വരങ്ങളിൽ ഒന്നാണ് ഈ അന്യഭാഷ. അത് 9 പേരിൽ ഒരാൾക്ക്, 9 പേരിൽ ഒരാൾക്ക്, 9 പേരിൽ ഒരാൾക്കെന്നാണ് പറയുന്നത്. ബാക്കി വരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പം ഇതിപ്പോൾ എന്നാ കാണിച്ചെന്ന് ചോദിച്ചാൽ, സഭയിലിരിക്കുന്ന എല്ലാവർക്കും ഒരു വരം ഉണ്ടെന്ന് ഇവർ പറയുന്നത്. തുത്തുരു തുത്തുരു, തുത്തുരു തുരുതുരു, തുത്തുരു തുത്തുരു. ഇത് പറയുമ്പോൾ നമ്മൾ പറയുന്നത് വേറൊരു അക്ഷരമല്ല പറയുന്നത്. എല്ലാവർക്കും ഒന്നും അത് ദൈവം കൊടുത്തിട്ടില്ല. പിന്നെ പൗലോസ് തന്നെ പറയുന്നു, ഇതുള്ളവൻ സഭയ്ക്കകത്ത് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അത് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തു ചെയ്യാം? അങ്ങനെ അടിസ്ഥാനം മറിഞ്ഞാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ സഭകളിൽ കാണിക്കുന്ന സകല പരിപാടിയും കാണിക്കും. റിപ്പ റിമ്പ, റിപ്പം പമ്പ, റിമ്പം പമ്പ. ഇതെല്ലാം അടിസ്ഥാനം മറിഞ്ഞതിൻ്റെ ലക്ഷണമാണ്. ഇവൻ ഈ സഭയ്ക്കകത്ത് നിൽക്കുന്നുണ്ടെന്നുള്ളതല്ല ഇതിൻ്റെ കാരണം. അടിസ്ഥാനം മറിഞ്ഞതിൻ്റെ ലക്ഷണം അത്. അതായത് സംഘടന കൂടി ഇലക്ഷൻ നടത്തി കൈക്കൂലി, അധികാരവും ഫുഡും ഒക്കെ കൊടുത്ത്, ഇതെല്ലാം സംഘടനയ്ക്കകത്തല്ലേ നടക്കുന്നത്. അടിസ്ഥാനം മറിഞ്ഞതിൻ്റെ ലക്ഷണമായത്. ഈ മത്സരം കാണണമെന്നുണ്ടെങ്കിൽ തിരുവല്ലായും കുമ്പനാടും ഒക്കെ ഉള്ള, അല്ലെങ്കിൽ അങ്ങോട്ടങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആസ്ഥാനത്ത് ഈ ഇലക്ഷൻ നടക്കുമ്പോൾ ചെന്നാൽ മതി. എന്നൊക്കെ സംഭവമാണ് അടിസ്ഥാനം മറിഞ്ഞവർ ചെയ്തെന്നുള്ളത്. ഇതാണ് അടിസ്ഥാനം മറിഞ്ഞതിൻ്റെ നിലകൾ. ഈ സംഘടന പഠിപ്പിക്കുന്ന അറിവുകൾ കൂടുമ്പം, ഒരിക്കലും ഒരു സഹോദരി എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വേർപാടും വിശുദ്ധിയും ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അമ്മാമ്മേ, സ്വർണവും വെള്ളയും മീശയും ഒഴിച്ച് അമ്മാമ്മ ഒരു വേർപാടിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മാമ്മ കിടന്നങ്ങ് ഉരുണ്ടു. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, നിങ്ങൾക്കറിയാൻ മേലാത്ത കാര്യം നിങ്ങൾ വേണ്ടാത്ത കാര്യം ചോദിക്കാൻ പോയിട്ടല്ലേ. സ്വർണ്ണവും വെള്ളയും മീശയും ഒഴിച്ച് ഒരു വേർപാടിനെക്കുറിച്ച് പറയാമെന്ന് ചോദിച്ചു. അവർക്കറിയത്തില്ല, അവർ ധരിച്ചു വെച്ചേക്കുന്ന 3 അതുകൊണ്ട് എന്തു വേണ്ടി മീശയില്ലാത്ത സകല കള്ളന്മാരും ഇതിനകത്ത് കയറി കിടന്ന് ബഹളം വെച്ചു. ബഹളം വെച്ചപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുമില്ല, നമുക്ക് മനസ്സിലാകുന്നുമില്ല. വിശ്വാസിക്ക് ഈ പ്രാസ ഒപ്പിച്ചതെന്ന് പറഞ്ഞാൽ മതി. ഉടമന കടകസ്യ, ഉടമന കടകസ്യ. അതിപ്പോൾ ആർക്കാ പറയാൻ മേലാത്തത്? ഇതെന്നാത്തിനാണ് പറയുന്നതെന്ന് തൊട്ട് അവനറിയത്തില്ല. അപ്പോൾ പ്രാസ ഒപ്പിച്ച് പ്രസംഗിക്കാൻ പഠിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വഴിക്ക് പോയി. കാരണം യേശു പ്രാസ ഒപ്പിച്ച് പ്രസംഗിച്ചിട്ടില്ല. ഇത് കേൾക്കാൻ ഒരു രസമുണ്ടെങ്കിലും യേശു ഇതൊന്നും ചെയ്തിട്ടില്ല. യേശു പറഞ്ഞത് എത്ര ലളിതമാണ്, ആർക്കും മനസ്സിലാകുന്ന പോലെ സുവിശേഷത്തിൽ എഴുതിയിട്ടില്ലേ. എന്താ വായിച്ചാൽ മനസ്സിലാകാത്തത്? എത്ര ലളിതമായ കാര്യമാണ് പറയുന്നത്.
പക്ഷേ അത് പ്രാസം ഒപ്പിച്ച് കേൾക്കും. അപ്പം കേൾക്കുന്നവനൊന്നും മനസ്സിലായില്ലെങ്കിലും കഥ അറിയാത്തവൻ ഒരു നാട്ടം കാണുന്നവർ ഇങ്ങനെ ഒന്ന് പൊങ്ങി വരും, ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പൊങ്ങി താന്ന് വരുമ്പോൾ എന്താ പ്രയോജനം? അതുകൊണ്ട് ഈ പ്രാസം ഒപ്പിച്ചൊക്കെ വന്നപ്പം പരിശുദ്ധാത്മാവിൻ്റെ വഴിക്ക് പോയി. ഇതൊന്നും ഇതിനകത്തില്ലെന്നുള്ളത് ഇപ്പോൾ സത്യം. പരിശുദ്ധാത്മാവ് ഒന്നും സഭയ്ക്കകത്തില്ല. അന്നേരം എന്നാ പറയുന്നറിയോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ലളിതമായ കാര്യങ്ങൾ മര്യാദയ്ക്ക് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാ പറയാനാ? ദൈവം ഇന്നും പ്രവർത്തിക്കും. ഞാൻ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കണ്ട മനുഷ്യനാണ്. ഈ കാലഘട്ടത്തിൽ ചെങ്കടൽ കടന്ന മനുഷ്യനാണ്. ഈ പരീശന്മാർക്ക് യേശുവിനെയും അപ്പസ്തോലന്മാരെയും ഒന്നും മനസ്സിലായില്ല. അവന്മാർ അന്നും പറഞ്ഞത് ഇവർക്ക് ഭൂതമെന്ന്. യേശുവിന് ഭൂതമുണ്ടെന്ന് പറഞ്ഞവൻ പരീശൻ ഇന്ന് സഭയുടെ തലപ്പത്ത് വന്നിരിക്കുമ്പോൾ സത്യം പറയുന്നവന് ഭൂതമുണ്ടെന്ന് പറയാതിരിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് കാണുക. സത്യവചനം നിങ്ങളൊന്ന് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ സ്വതന്ത്രരാകുക. നിങ്ങൾ സത്യം അറിയുന്ന സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്നല്ല. നിങ്ങളായിരുന്ന മതത്തിൽ നിന്ന് നിങ്ങൾ വെളിച്ചാടിയിട്ട് ഇവരുടെ കൂടെ ഇവരെ സേവിക്കാൻ നിങ്ങൾ നടക്കുമെന്നല്ല കർത്താവ് പറഞ്ഞത്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കണേ, നിങ്ങൾ സത്യം അറിയണം. നിങ്ങൾ എന്നതേലും കേട്ടാൽ പോരാ. അതിന് തെറ്റുണ്ട് എന്നൊരുത്തൻ പറയുന്നുണ്ടെങ്കിൽ, തർജിമയ്ക്കകത്ത് തെറ്റുണ്ട് എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അയാളിത് അറിയാതെ പറയരുത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതൊരു തുറന്ന ഹൃദയത്തോടെ കേൾക്കാനുള്ള ഒരു മനസ്ഥിതി വേണം. എല്ലാ കാര്യങ്ങളൊന്നും നമുക്കറിയാൻ മേല. ഇപ്പോൾ എനിക്ക് ഈ വീഡിയോ പ്രസംഗിക്കാൻ അറിയാം, പക്ഷേ എനിക്കിത് ഷൂട്ട് ചെയ്യാൻ അറിയത്തില്ല. എനിക്കിത് എഡിറ്റ് ചെയ്യാൻ അറിയില്ല. എനിക്ക് തംബ്നെയിൽ ഉണ്ടാക്കാൻ അറിയില്ല. എനിക്ക് നെറ്റിനകത്ത് ഇത് ലോഡ് ചെയ്യാനോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞാലല്ലേ അറിയാവുന്നവരത് ചെയ്യുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുത്തുണ്ട് എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ് തിരുത്തെന്ന് ചോദിക്കണം, അത് കണ്ടെത്തണം. അതിനനുസരിച്ച് ജീവിതം ക്രമീകരിച്ചാലേ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അല്ലേ എന്നും ദാരിദ്ര്യം മാത്രമായിരിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസനായ സമയത്തിനായി സാഹചര്യത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഈ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കണമേ. സത്യം തിരിച്ചറിയുവാനും സത്യത്തിന് വേണ്ടി നിൽക്കുവാനും ആ സത്യം അവരെ സ്വതന്ത്രമാക്കുവാനും ജനത്തിനെ സഹായിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.